ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമുക്ക് തിരുപ്പൂരിൽ നിന്ന് വന്ന പെട്ടി ഒന്ന് അൺബോക്സ് ചെയ്യുക. എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തുറന്ന് തന്നെ കാണാം. അപ്പോൾ ഇതാണ് ആ പെട്ടി. തിരുപ്പൂരിൽ നിന്ന് വന്ന് നമ്മുടെ പോസ്റ്റ് EMSP പോസ്റ്റ് വഴി വന്നാണ്. ഒരു വയർലെസ് എക്വിപ്മെൻ്റ് ആണെന്ന് തന്നെ മാത്രമേ ഞാൻ പറയാനുള്ളൂ. ബാക്കി നമുക്ക് പൊട്ടിച്ച് നോക്കി വിവരങ്ങൾ അറിയാം. ഓക്കെ, ഒരു പണി നമ്മൾ പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ അപ്പം നിങ്ങൾക്ക് സാധനം എന്താന്ന് പിടിയിട്ടിക്കണം. ബേഫാങ്ങിൻ്റെ FM ട്രാൻസീവറാണ്. ഓക്കെ, ബേഫാങ് പലരും പലതൊക്കെ വായിക്കും. ഞാനെന്തെന്ന് വായിക്കണം? ബോഫങ് റേഡിയോ, ബോഫങ് റേഡിയോ. ഓക്കെ, ഫുജിയാൻ ബോഫങ് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, മെയ്ഡ് ഇൻ ചൈന. ഓക്കെ, ഏതാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. നമുക്കപ്പോൾ പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് സംഗതികൾ. ഇത് നമ്മുടെ ക്ലിപ്പ് ആണ്. ഇത് ഹെഡ്ഫോണും മൈക്രോഫോണും കൂടിയിട്ടുള്ള സംഗതിയാണ്. ഇത് ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി എത്ര mAh ആണ്? 1500 mAh, 7.4 വോൾട്ടാണ്. ലിഥിയം അയൺ മോഡൽ BL5 എന്ന മോഡലാണ്. ബോഫങ് ഇത് എന്താ പറയുക, എന്താ അതിന് പേര് പറയുക, ടൈ ചെയ്ത് വെക്കാനുള്ള സംഗതിയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അതിനകത്ത് സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. ഇതിവിടെ കണ്ടത്, ഇവിടെ സ്ക്രൂ ചെയ്ത് ഫിറ്റ് ചെയ്യണം. UV-5R എന്ന് പറഞ്ഞ സംഗതിയാണ്. 5 വാട്ട്, ഇത് മാക്സിമം ഔട്ട്പുട്ട് 5 വാട്ട് വരുന്ന ഒരു സംഗതിയാണ്. ഇതാണ് സംഗതി. UV-5R എന്നുള്ള സംഗതിയാണ്. UV-5R കണ്ട, ഇതാണ് സംഗതി. മൈക്ക് സ്പീക്കറൊക്കെ കൂടെ കണക്ട് ചെയ്യാനുള്ള സംഗതി കണ്ടോ. ഇവിടെ ആൻറ്റിനോടെ പോയി ആൻറ്റിന എല്ലാം കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതതിൻ്റെ ആൻറ്റിന, ഇതതിൻ്റെ ചാർജർ സംഗതി, ഇത് അതിനുള്ള സ്റ്റാൻഡ്, ലിഥിയം അയൺ ബാറ്ററി ചാർജ് നമുക്കത് സ്റ്റാൻഡ് ഇങ്ങനെ ഇറക്കി വെക്കാം അതിനകത്ത്. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചാർജ് ചെയ്യാം. ഇത് അതിനുള്ള ചാർജർ 100 തൊട്ട് 240 വോൾട്ട് വരെ എടുക്കുന്നതാണ്. ഔട്ട്പുട്ട് 10 വോൾട്ട് 0.5 ആംബിയറാണ്. ഇതിനകത്ത് SMPS ആണ്. അപ്പോൾ ഈ സംഗതിയാണ് നമ്മൾ UV-5R എന്ന് പറഞ്ഞ മോഡല് ബോഫങ്ങിൻ്റെ
FM ട്രാൻസ്സീവർ ആണ്. എൻ്റെ സ്പീക്കറുടെ മൈക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ബാറ്ററിയൊക്കെ ഒന്നിട്ട് ഘടിപ്പിച്ച് നോക്കാം അല്ലേ. സോറി, ഇവിടെ ആൻറ്റിന ഫിറ്റ് ചെയ്യാം. ഇവിടെ ലൈറ്റ് ആണിത്. ഇവിടെ വോളിയം പ്ലസ് ഓൺ ഓഫ്. ഇവിടെ കോൾ സ്വിച്ച്. ഇത് പുഷ് ടോക്ക് ബട്ടൺ. ഇവിടെ എന്താണ്, ഇവിടെ മോണിറ്റർ സ്വിച്ചാണ്. ഇത് പുഷ് ടോക്ക്. ഇത് കോൾ ബട്ടൺ. ഇത് VFR. ഇത് എയും ബിയും തമ്മിൽ ഇതും കൂടിയാണല്ലോ. UHF കൂടി ഉണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ UHF കൂടിയുള്ളതാണ്. General specification 60 Hz to 108 Hz only commercial FM radio reception. VHF 136 to 174 MHz RX-ഉം TX-ഉം വർക്ക് ചെയ്യും. പിന്നെ UHF 400 MHz തുടങ്ങി 480 MHz വരെ RX-ഉം TX-ഉം വർക്ക് ചെയ്യും. മെമ്മറി ചാനൽ 128, ആൻഡ് ഇംപെഡൻസ് 50, ഫ്രീക്വൻസി അപ്പ് 2.5 kHz അങ്ങനെയുണ്ട്. ഫ്രീക്വൻസി സ്റ്റേബിലിറ്റി 2.5 ppm. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ. കൺസപ്ഷൻ സ്റ്റാൻഡ് ബൈയിൽ 75 mA, റിസപ്ഷന് 380 mA, ട്രാൻസ്മിഷൻ 1.4 ആംപിയറാണ് വർക്ക് ചെയ്യുക. എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്താണ്. സിറ്റിസ്റ്റുകളാണ്, കുറച്ച് സാധനമുണ്ട്. എൻ്റെ ബുക്കാണത്, യൂസർ മാനുവലാണത്. ഓക്കെ, ഇത്തരം സംഗതികളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഈ പെട്ടിയിലാണ് ഈ സംഗതി വരുന്നത്. പ്രൊഫഷണൽ ബൗഫങ് ഡിജിറ്റൽ പ്രോസസ്സിംഗ് സിസ്റ്റം. ലോങ് കമ്മ്യൂണിക്കേഷൻ റേഞ്ച്, നോയിസ് റിഡക്ഷൻ സർക്യൂട്ട്, ബാറ്ററി സേവ്, CTCSS DS സ്ക്രാംബ്ലർ, ഹൈ കേപ്പബിലിറ്റി ലിഥിയം അയൺ ബാറ്ററി, FM റേഡിയോ, ലോങ് സ്റ്റാൻഡ് ബൈ, അതെല്ലാം ഉണ്ട്. കണ്ടല്ലോ, ഇത് ചാർജർ. ഇത് എൻ്റെ ചാർജർ കുത്തി കണക്ട് ചെയ്ത് കാണിക്കാനുള്ളത്. അതൊക്കെ ഉള്ളത്. ഇത് റേഡിയോ. ഇത് ബാൻഡ് സെലക്ട് ചെയ്യാൻ. ഇത് AB. ഇത് സെലക്ട് ചെയ്യാൻ. ഇത് VFMR. UV കണ്ടോ, അടുത്ത് വെച്ചുണ്ടോ, UV-5R. ഇത് ഹെഡ്ഫോണ് മൈക്കും കുത്താനുള്ളത്. അതിൻ്റെ ഒപ്പം ഉണ്ട്. ഇനി ഇത് രണ്ടും ഊരിയിട്ടാണ് മറ്റേ ആ ജാക്ക്, പോക്കറ്റ് ക്ലിപ്പ് ജാക്ക് ഫിറ്റ് ചെയ്യണേ. പിന്നെ ഇത് മോണിറ്ററിങ് സ്വിച്ച്. ഇത് PTT. ഇത് കോള്. ഓക്കെ, ഇത് ഓൺ ഓഫ് വോളിയം ഉണ്ടോ. ഇത് ആൻറ്റിന, LED ഫ്ലാഷ് ലൈറ്റ്. ഓക്കെ, നമുക്കൊന്ന് കണക്ട് ചെയ്യാമല്ല. വെയിറ്റ് ഇതിനകത്തേക്ക് ഇടുക, കയറ്റുക, പുഷ് ചെയ്യുക, റിലീസ് ചെയ്യുക. ഉണ്ടോ. ഓക്കെ. പിന്നെ ആൻറ്റിന എടുക്കുക. ഫിറ്റ് ചെയ്യുക. എന്താ SMA ഫീമെയിൽ ടൈപ്പും ഇതിനകത്ത് SMA മെയിൽ ടൈപ്പാണ്. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് FM 136 to 174 400
ടു 520 മെഗാഹെർട്സിനകത്ത് ഉണ്ട് എന്നുള്ളത് അതിനെ പറ്റി ആന്നെയെന്നുണ്ട്. അതൊക്കെ നമ്മൾ സാധാരണ തിരിക്കണ പോലെ തിരിച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ള വീർപ്പ് കൂടും. ഓക്കെ, അപ്പോൾ സംഗതിയായി. വേണമെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കാം. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വെൽക്കം സ്ക്രീനൊക്കെ കാണിച്ചു. 2 മെഗാഹെർട്സ് സെലക്ട് ചെയ്തു. ഫ്രീക്വൻസി മോഡ് കേൾപ്പിച്ചു. അത് നേരത്തെ കേൾപ്പിച്ചായിരുന്നു, അത് നേരത്തെ കണ്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീക്വൻസി മോഡ് ഇത് മാറ്റാം. പിന്നെ ഞാനിപ്പോൾ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് 147 ട്രാൻസ്മിറ്റ് ചെയ്ത് വിളിക്കാനാണ്. 47 അല്ല, 144 എന്ന്. ഇത് 158. അയ്യോ, നമ്മളുടെ റേഞ്ചല്ല. ഇത് കൂട്ടുകയല്ല, ഞാൻ കുറയ്ക്കാനായിട്ട് കൊണ്ടിരിക്കുക കേട്ടോ. സോറി, ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം. ആകെ സംഗതി ഇത്രേ ഉള്ളൂ. കൈ പിടിക്കുന്നതല്ല, ഇത്രേ ഉള്ളൂ കൈ പിടിക്കാൻ. ഇത് പുഷ് ടോക്ക് നമ്മളിപ്പോൾ ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ട്രാൻസ്മിറ്റ് ആവും. ഓക്കെ, തൽക്കാലത്തേക്ക് ഇതിവിടെ വെച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നോക്കാം. ഞാൻ എൻ്റെ വേറെ ട്രാൻസ്സീവർ എടുത്തിട്ട് ഒന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും. നമ്മുടെ ഹാം ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. അത് ഞാനൊരു ടെസ്റ്റ് സിഗ്നൽ അടിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കേൾക്കണം. അപ്പോൾ നിങ്ങൾ നേരത്തെ നടത്തിയ ടെസ്റ്റ് കണ്ടതാണ്. അപ്പോൾ ഇത് വർക്കിംഗ് ഒക്കെയാണ് അല്ല ഞാൻ പറഞ്ഞാണ്. പിന്നെ ഇനി ബാക്കിയുള്ള ഇതിൻ്റെ 2-3 കുറച്ച് സാധനങ്ങളും കൂടെ ഫിറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നു, ഇങ്ങനെ ഇടുന്നു, ഇങ്ങനെ പുറത്തൂടി എടുക്കുന്നു. ഇത് നമുക്ക് ഈ ടാഗ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടേക്കാം. ഉള്ളിട്ട് ഇത് ഓക്കെ ഇല്ലേ? ഉണ്ടോ? ഇനി ഇത് വെക്കാനായിട്ട് അടുത്ത പണിയുണ്ട്. എന്നാൽ അൺസ്ക്രൂ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബെൽറ്റ് ക്ലിപ്പിടാം കേട്ടോ. അപ്പോൾ അഴിക്കുക, ഈ സ്ക്രൂ അഴിക്കുക, അവിടെ അങ്ങോട്ട് ഇടുക. നമ്മൾ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ അടുത്തഴിക്കുക. നമ്മൾ 2 അഴിച്ചു. ഇനി ഇതിനടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇതെടുത്ത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് എന്തായാലും ബാറ്ററി തൽക്കാലത്തേക്ക് ഊരി. അപ്പോൾ അതൊന്ന് മര്യാദക്ക് ആവില്ല ഒന്ന് വെച്ചിട്ട്. അതങ്ങനെ ടൈറ്റായി ബാറ്ററി ഇടാം. അപ്പോൾ നമ്മൾ ക്ലിപ്പൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ചാർജിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചാർജർ ഇതിനകത്ത് വെച്ച് ഇനി ഇതൊന്ന് നേരെ പവറിനകത്ത് കൊടുത്ത് നോക്കാം. അത് ഞാൻ നേരെ പവറിനകത്തോട്ട് കൊടുക്കാൻ പോകുന്നു. ഇൻഡിക്കേറ്റർ ഉണ്ടോ മനസ്സിലാവും. അവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടോ? കുത്തനനുസരിച്ച് മാറും. അതിനകത്തൊരു ലോക്ക് പോലെയുണ്ട്, അതിനകത്തിടുക. ചാർജിങ് ആയപ്പോൾ ചുമപ്പ് ചാർജ് ചെയ്ത് ഒരു ഇതാകുമ്പോൾ പച്ചയാവും.
ഓക്കെ. നമുക്ക് ബാറ്ററി വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. ബാറ്ററി ഊരിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാറ്ററി മാത്രം ഇട്ട് ഊരി ആ സ്ലോട്ടിൽ ഇറക്കി വെച്ച് ഉണ്ടോ, ചാർജിങ് ഇരുന്നോളൂ. ഇതാണ് സംഗതി. അത് എന്തായാലും വർക്ക് ചെയ്യിപ്പിച്ചും കാണിച്ചല്ലാണ്ടും കാണിച്ചല്ലോ. പിന്നെ ഇതിപ്പോൾ ഇത് കുത്താൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒന്നെടുത്ത് കാണിച്ചു തന്നേക്കാം. എന്തിട്ടപ്പടാ അവസാനം അത് എടുത്തു. ഇത് ഹെഡ്ഫോണിനുള്ള ചെറിയ എന്താ പറയുക, ഒരു സ്പോഞ്ച് പോലത്തെ സംഗതി. ഇതൊരു ഫ്ലെക്സിബിൾ സാധനമൊക്കെയാണ് കേട്ടോ. വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉള്ള രീതിയിലാണ് സംഗതി. വയറേ ഉള്ളിൽ കൂട്ടാൻ പറ്റിയ രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തത്. ഇത് നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് നോക്കാം. ഉണ്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത് സോറി വെച്ചെടുത്താണ് ഞാൻ PTT പുഷ് ടോക്ക് എന്നാ മൈക്ക് സ്പീക്കർ. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും മൈക്ക് ഏതാണ് സ്പീക്കർ ഏതാണ്. അല്ല, മൈക്കിന് സ്പീക്കറിന് ചെറുതും മൈക്കിന് വലുതും. അപ്പോൾ അത് ശരിയായി. ഓക്കെ, വേണ്ട, രണ്ടും രണ്ട് സൈസാണ്. ഒന്ന് മൈക്ക് അല്ല സ്പീക്കറിന് ചെറുതും മൈക്കിന് വലിയ ഇതാണുള്ളത്. കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഫങ് UV-5R വിശേഷങ്ങൾ, അൺബോക്സിങ് വിശേഷങ്ങൾ. ഓൺ ചെയ്ത് കാണിച്ചു, ഇപ്പോൾ ചാർജ് ചെയ്യാൻ കാണിച്ചു, എൻ്റെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്ത് കാണിച്ചത്. വേറെ ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ സംസാരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്നാൽ തംസപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇതിനും പറഞ്ഞല്ലോ എന്താ മാനുവൽ. ഓക്കെ, എന്നാൽ അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. എൻ്റെ സ്വിച്ചുകളും അതൊക്കെ മനസ്സിലായില്ലേ. അത് മെനു, AV, VFO-MR, ബാൻഡ് നമുക്ക് മാറ്റാൻ. ഇത് രണ്ട് ഇതുണ്ടല്ലോ മാറ്റാൻ. ഇത് മോണിറ്ററിങ്, ഇത് PTT, ഇത് കോളും, LED കത്തിച്ചില്ല ഞാൻ. അത് കത്തിക്കാനായിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ശരി. ഇനി അധികം നീട്ടുന്നില്ല, ഇപ്പോൾ തന്നെ ആയി. ഓക്കെ എന്നാൽ.